Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ ചെറുപ്പളശ്ശേരിയിലെത്തുന്ന യാത്രക്കാർ. വെള്ളിയാഴ്ച വൈകിട്ടും നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരുന്നുവെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. റോഡ് ഇത് നോക്കിയിട്ടാണ് റോഡും ആ കുണ്ടും കുഴി കാര്യങ്ങളും മൊത്തം ബ്ലോക്കാണ്. ഇതൊന്നും സർക്കാരും ഇവരൊന്നും നോക്കണം. ഇവിടുത്തെ പഞ്ചായത്തും കാര്യങ്ങളൊന്നും ഇല്ലേ? നമ്മളെ എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. നമ്മുടെ ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമല്ല. എല്ലാ വണ്ടിക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെർപ്പളശ്ശേരി നഗരത്തിൽ അനുഭവപ്പെടുന്നത്. നഗര നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ മഴ പെയ്ത റോഡ് ചെളിക്കുളമായതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ടും നഗരം കുരുക്കിലമർന്നു. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. പോലീസും മറ്റ് ട്രാഫിക് സംവിധാനങ്ങളും നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു പോകുന്നവരും ദൂരയാത്രക്കാരുമാണ്. ഇത് ചെർപ്പളശ്ശേരിയിലത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. കാരണം ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഇവിടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? സ്ഥിരം ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ദൂരയാത്രക്കാരേന് ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പോലീസ് സംവിധാനം പോലും ഇത്രയും ട്രാഫിക് സംവിധാനം ഒന്നും നമുക്കിവിടെ നിലനിർത്തി കാണുന്നില്ല. എന്തായാലും ഇത് അധികൃതർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സ്കൂൾ കൂടിയും തുറന്നു കഴിഞ്ഞാൽ ഈ ട്രാഫിക് ജാം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരിതാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അത് അതിലേക്കും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ട സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. പല സ്ഥലത്തും സ്വകാര്യ ബസ് ജീവനക്കാരും പൊതുജനങ്ങളും ഇറങ്ങിയാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. ഗതാഗത കുരുക്കിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സമയത്തിന് റൂട്ട് എത്തിക്കാൻ കഴിയാതെ നഷ്ടത്തിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ബസ് തൊഴിലാളികൾ പറയുന്നു. അതായത് വണ്ടികളൊക്കെ നല്ല ബ്ലോക്കാകുണ്ട്. നമ്മളെ എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. നമ്മുടെ ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമല്ല. എല്ലാ വണ്ടിക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിനെന്തെങ്കിലും സർക്കാർ പോംവഴി കണ്ടെത്തണം. പോലീസ് സംവിധാനം അവരെപ്പോഴെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാണ് പോകുന്നതല്ലാണ്ട് ഇപ്പോൾ ഈ 6 മണിക്കുള്ള ബ്ലോക്കിലൊന്നും പോലീസുമാരോടെ കണ്ടില്ല. ഇപ്പോഴാണ് പോലീസുകാരെ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ, ഇപ്പോഴും ബ്ലോക്കായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചാല് പോയി. ഇനിയിപ്പോൾ അടുത്ത ചാല് കിട്ടുമോ കിട്ടുമെന്ന് പറയാനും പറ്റില്ല. ഇപ്പം സ്റ്റാൻഡിൽ പോവുകയാണ്. ഞങ്ങൾ മുന്നിലത്തെ വണ്ടിയുടെ ചാലും പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചെപ്പശ്ശേരി ടൗണിലെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ചെപ്പശ്ശേരി 2 വണ്ടി ഇപ്പോൾ അതിന് തിരിച്ചു പോയി. ഞങ്ങൾ ചെപ്പശ്ശേരിക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടു. അവർക്ക് പോകാനുള്ള വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്തായിരുന്നാലും വലിയ പ്രശ്നമാണ് ഈ ടൗണിൽ. പലയിടങ്ങളിലും യാത്രക്കാർ പാതി വഴിയിൽ ഇറങ്ങി നടന്നു പോകേണ്ട അവസ്ഥയാണ്. മഴ തുടങ്ങിയപ്പോഴേക്കും അവസ്ഥ ഇതാണെങ്കിൽ സ്കൂൾ കൂടി തുറന്നാൽ നിരവധി സ്കൂൾ ബസ്സുകളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും എത്തുന്ന ചെർപ്പളശ്ശേരിയുടെ അവസ്ഥ കണ്ടറിയേണ്ടിയിരിക്കുന്നു.